நீங்க எவ்வளவு நல்ல ஆசீர்வதிக்கப்பட்ட ஒரு வாழ்க்கையை வாழ்ந்துட்டு இருக்கீங்கன்னு நீங்க புரிஞ்சுக்கிறதுக்காக நான் இதை எழுதுறேன். எங்கள் காணும் கற்களையும் பறவை போதும் போதும். நான் நாய்க்குட்டியா மாறணுமா என்ன? அப்பா வாலு 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 பாரு 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 பாரு. இதுக்கு மேல என்ன பண்றதுன்னு அப்பாவுக்கு புரியலம்மா. அப்பா என்னதான் பண்ண பாப்பா? அப்பாவுக்கு பிடிக்கலையா? சொல்லு பாப்பா சொல்லு. தெய்வம் இருக்கிறதா இல்லையா என்று கேட்டால் எனக்கு தெரியாது. தேவைப்படும் சமயத்தில் தெய்வம் வரும் என்றால் நிச்சயமாக வரும். பாப்பா ஏன் மற்ற குழந்தைங்க மாதிரி நடக்கலன்னு பல வருஷமா வருத்தப்பட்ட எனக்கு பாப்பா மாதிரி நடக்கிறது எவ்வளவு பெரிய கஷ்டம் தெரிஞ்சதுக்கு அப்புறம் தான் ஒருத்தரை நீங்க ஏன் மற்றவங்க மாதிரி இல்லைன்னு கேட்கறது எவ்வளவு பெரிய வன்முறைன்னு புரிஞ்சது. பேரன்போடு அமுதவன். സഞ്ജുക്കുട്ടാ കേറി മറയുന്നുണ്ടായിരുന്നല്ലോ. ആണ് കമന്റ്സ് വേണ്ടേ? വേണം. ആർത്താദ്യം ചോദിക്കണ്ടേ? വിവേക് വിവേകങ്കൾ പറയൂ. വിവേകങ്കൾ
എന്നെ അങ്കിൾ ആക്കരുത്. മിക്കലൊക്കെ വരണം. അല്ല, ഞാൻ എന്നെ അണ്ണനാക്കരുതെന്ന് പറയാൻ വന്നതിനെ പെട്ടെന്ന് മാറ്റി അങ്കിളിനാക്കിയതാണ്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചിരിച്ചു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ റോപ്പിക്കർ ഇങ്ങനെയൊക്കെ ചെയ്യും, സഞ്ജയ് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഇതിനു വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലായിട്ട് പഠിച്ചതാണോ? ഞാൻ മുമ്പേ പഠിച്ചിട്ടുണ്ട്. സഞ്ജയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ സഞ്ജയുടെ ആ ഒരു ക്യാപ്പബിലിറ്റി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജയ് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ റോപ്പിലും മെതിലും ഒക്കെ സഞ്ജയുടെ അല്ലാത്ത കുറേ ഡാൻസും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ ബ്രില്യൻ. പക്ഷേ അല്ലാത്തൊരു വേറെ ഒരു രീതിയിലെടുത്ത് ചെയ്ത് പറയുവാണെങ്കിൽ ഈ റോപ്പിലൊക്കെ ഉള്ള വെച്ച് നോക്കുവാണെങ്കിൽ സഞ്ജയ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു പെർഫോമൻസ് ആണ്. എനിക്ക് ഇഷ്ടമായി. പിന്നെ അതിൽ നെഗറ്റീവ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ കുറേ മറ്റേ ലിപ്സിങ്ങും ടബ് സ്മാഷ് പറഞ്ഞ സ്ഥലത്തൊക്കെ ലിപ്സിങ്ങൊക്കെ കറക്റ്റായി യൂസ് ചെയ്ത് അതെല്ലാം വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ മമ്മൂക്കയുടെ വോയിസും സഞ്ജയ് പറയണതും ഒക്കെ ഇത് കുറച്ച് മാച്ചിങ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ എന്താ പറയുക, കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഈ റോപ്പും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ. സൗഭാഗ്യ ചേച്ചി. സഞ്ജയ് നല്ലൊരു ആക്ടറായിരുന്നു. സഞ്ജയ് നോട്ട് ബാഡ് ആൻഡ് ഓക്കെ പെർഫോമൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് എ സൂപ്പർ പെർഫോമൻസ് എന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. നോട്ട് ബാഡ് എന്ന് പറയാൻ തോന്നി. അത് സഞ്ജയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തില്ല. സഞ്ജയ്ക്ക് പറഞ്ഞു തന്ന എന്താണോ അത് സഞ്ജയ് 100% ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു സെമി ഫൈനൽ റൗണ്ടിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു അത്ര മാച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഡൗട്ട്ഫുൾ ആണ്. സ്റ്റിൽ ഇതൊരു ഓക്കെ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ദ ലിപ്സിങ് പാർട്ടൊക്കെ നന്നായിട്ട് ചെയ്തു സഞ്ജയ്. അതേ ഫീലിലൊക്കെ ഒരു ഒറ്റ വേർഡ് പോലും മിസ്സാവാണ്ട് ലിപ്സിങ്കിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഒരു ആക്ടിൽ ഈ റോപ്പിൻ്റെ കോൺസെപ്റ്റൊക്കെ കുറച്ച് എവിടെയോ ക്ലാഷ് ആവുന്നല്ലോ എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് അവിടെ മേ ബി ഇഫ് യു ഹാവ് ഒരു ഡോളോ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞുമായിട്ടല്ലേ ഒരു ഇൻറ്ററാക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്സ് ഒരു കുട്ടീൻ്റെ ഇൻസ്റ്റഡ് എന്തെങ്കിലും ഒരു ഡോളോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സെറിബ്രൽ പോൾസി അത് അങ്ങനെയുള്ള ആ ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ആക്റ്റായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഈ മൂവി കേട്ടപ്പോൾ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടോ? അപ്പോൾ ഐ എക്സ്പെക്റ്റഡ് സംതിങ് ലൈക്ക് ദാറ്റ്. കുറച്ചും കൂടി ബിഗർ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്റ്റായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാട്. എന്താണ് ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് പെർഫോമൻസ് നമുക്കിതിന്നും നന്നാക്കാം, കുഴപ്പമൊന്നുമില്ല. ആൻഡ് മോൻ സെറിബ്രൽ പോൾസി ആ പാർട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതൊക്കെ നന്നായി ചെയ്തു. ഈ ഒരു ഏജിൽ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മോൻ നല്ലോണം ട്രൈ ചെയ്തു, നല്ലോണം ഫീൽ ചെയ്തു. ആ പാട്ടൊക്കെ നല്ലോണം ഫീൽ ചെയ്തു. എനിവേ സഞ്ജയ്, ഇറ്റ് വാസ് എൻ ഓക്കെ പെർഫോമൻസ്. വെൽ ഡൺ. അമ്മു. സഞ്ജയ്, എനിക്കും സൗഭാഗ്യ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ റൂപ്പിൻ്റെ ആവശ്യകത എന്തായിരുന്നു ഈ ആക്ടിൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. ചേച്ചി പറഞ്ഞ റൂപ്പിന് പകരം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ ചില സ്ഥലത്തൊക്കെ എനിക്ക് ഭയങ്കര കുറച്ച് ലാഗ് ഫീൽ ചെയ്തപോലെ തോന്നി. കുറച്ച് ലാഗ് ചെയ്ത പോലെ തോന്നി. ചില റോപ്പിന് വരാൻ വേണ്ടി യു ആർ പ്രിപ്പയറിംഗ് ലൈക്ക് റോപ്പ് വരാൻ വേണ്ടി ഒരു ബ്രേക്കായി പോലെ തോന്നി. ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ. പിന്നെ ആക്ടിങ് പാർട്ട് നന്നായിട്ട് ചെയ്തു. നല്ലോണം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ എന്ന് സഞ്ജയ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ആ കൈവയ്ക്കുന്ന പാട്ടാണെങ്കിലും ആ എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് പെർഫോമൻസ് ഇതിലും ഗംഭീരാക്കാം. ഓക്കെ, സഞ്ജയ്ക്ക് ശരിക്കും ഒരു പാർട്ട്ണർ ആവുമായിരുന്നു. ഒരു ഗേൾ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാക്കാം. കാരണം ആ പാപ്പ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് ഇതിൻ്റെ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ്. അപ്പോൾ മേ ബി ആ ശരിക്കും ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കൂടി നന്നായിരുന്നേനെ എന്ന് ഫീൽ ചെയ്തു. കാരണം നല്ലൊരു മൂവി സെലക്ഷൻ ആയിരുന്നു. സഞ്ജയ്ക്ക് ഒരുപാട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിരുന്നു പേരമ്പ്. സോ അതുകൊണ്ട് നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തു. സഞ്ജയ് ഫസ്റ്റ് വന്ന പേരമ്പാണ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. റോപ്പിൽ ചെയ്ത സ്റ്റൺസ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അത് ആ റോപ്പ് ഉപയോഗിക്കേണ്ട സ്റ്റേജ് ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും സഞ്ജയ്ക്ക് കുറെ കൂടി ആക്ടിംഗ് വൈസ് എത്രത്തോളം സ്കിൽഡ് ആണെന്നുള്ളത് കാണിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇമിറ്റേറ്റ് ചെയ്തൊക്കെ വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. ലിപ്സിംഗ് ഒക്കെ കറക്റ്റാ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏജിൽ സഞ്ജയുടേതായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല. വാട്ട് എവർ ഇസ് ബീങ് ടോട്ട് അത് വന്ന് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് സഞ്ജയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ടൈം നമുക്ക് നല്ല അടിപൊളിയാക്കാം. ഓക്കെ.
ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് മോശമാണെന്നല്ല, അടിപൊളിയായിട്ടുണ്ട്. ചിരിക്കേ. അയ്യോ ഇതെന്തോ ചിരി. ഈ ചിരി അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചാൽ മതി. നല്ല ചിരിച്ചിരിക്കും ഇങ്ങോട്ട് നോക്കി. അപ്പൊ അടുത്ത പെർഫോമൻസ് കോൺഫിഡന്റ് ആയിട്ട് വരുമോ? വരും. അടിപൊളി പെർഫോമൻസ് ആയിട്ട് വരും. വരും. ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പൊ സഞ്ജയ് അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവരുടെ കമന്റ്സും അല്ലെങ്കിൽ എന്താ പറയാ ഇവരുടെ സജഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ നോക്കാം. നോക്കാം നോക്കാം. അല്ലെ കമോൺ. ഓക്കെ പറ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.